ആ അതെ, ഇതാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാതെ മനുഷ്യന് കഴിക്കാനുള്ളത് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളക്കത്തില്ലടി. ആ എന്നാലും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ശാലിനി. ആ എങ്കിലേ ദേ, ഈ ഇരിക്കുന്ന ഉള്ളിയും സവാളയടക്കം എല്ലാം നിന്നെ കൊണ്ട് പച്ചയ്ക്ക് തീറ്റിക്കും അവര്. അതല്ലെങ്കിലേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് സത്യമ്മയെ വിളിച്ചു പറയാം. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വെമ്പി നിൽക്കുമായിരിക്കും സത്യമ്മ. അല്ല വിളിക്കട്ടെ. വേണ്ട ശാലിനി, ഞാനിത് അരിഞ്ഞാ പോരെ? ആ എന്നാ ശരി ചെയ്യും. പിടിച്ചോ. എന്താ സുസ്മിതേ? അങ്ങനെയെങ്കിലും നിന്റെ കണ്ണൊന്നും നിറഞ്ഞല്ലോ. ഒന്ന് വേഗം ആവട്ടെ കേട്ടോ, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ചോറ് വെക്കാനുള്ളത്. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ വേറെ ആര്? നീ രോഹിത്തിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ ഒന്നും ആയില്ലേ ഇതുവരെ? പെട്ടെന്നാവും. ഞാൻ സുസ്മിതയ്ക്കെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കായിരുന്നു. അതെ, കുളിക്കാൻ കയറിയപ്പോ ഞാൻ എന്റെ തുണികൾ കുറച്ച് ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാ അതൊന്ന് തിരുമിയിട്ടേക്കണം. അല്ല അത് പിന്നെ പറയുന്നത് അങ്ങ് കേട്ടാ മതി. എന്നാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നടാ. നീ സുസ്മിത താലികെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞപ്പോ ഞങ്ങളാരോ നടക്കുമെന്ന് കരുതിയതല്ല. അതിനുവേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയതാടാ ഞാൻ. മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സുസ്മിത. അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവലിക്ക് മാപ്പ് തല്ലടാ. അവളെ മനസ്സാ മരുമകളായി സ്വീകരിച്ച ഒരാളാ എന്റെ അച്ഛൻ. നിശ്ചയത്തിനൊരുക്കിയ പന്തലിന്ന് അച്ഛന്റെ ജീവനറ്റ ശരീരം എടുത്ത് കിടത്തിയത് ഇവിടുത്തെ ഹാളിലേക്ക്. അച്ഛന്റെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. പിന്നെ എന്റെ അമ്മയോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയും അതുതന്നെയാ. മറ്റേത് പെണ്ണിനെ ഞാൻ താലി കെട്ടിയാലും അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കും. എന്തിനായിരുന്നു ആ പ്രേമ നാടകമെന്ന്? ശരിക്കും എന്തിനായിരുന്നു ആ പ്രേമനാടകം? അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? അവളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് അവൾക്കത് ടൈം പാസ് മാത്രമായിരുന്നെന്നാ. മിക്കവാറും പെണ്ണുങ്ങൾക്കുള്ളൊരു കുഴപ്പം അത്. കാണാൻ വലിയ തെറ്റില്ലാത്ത ആണുങ്ങളെ കാണുമ്പോ അനുരാഗം പൊട്ടിമുളയ്ക്കും. കല്യാണത്തോടടുക്കുമ്പോഴാ അവന്റെ ഭൂസ്വത്ത്, ജോലി, ബാങ്ക് ബാലൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അന്നേരം സുന്ദരമായിട്ടൊരു തേപ്പങ്ങ് തേക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടാവത്തില്ല. ഒന്നിച്ചൊരു ജീവിതം നമുക്ക് വിധിച്ചിട്ടില്ലടാ. നമുക്കിനി അടുത്ത ജന്മത്തിൽ വീണ്ടും ഒന്നിക്കാമെന്ന ഒരു സുന്ദരമായ ഡയലോഗും പറഞ്ഞ് കണ്ണും നനച്ച് അടുത്തവന്റെ കൈയും പിടിച്ച് അവൾ അങ്ങ് പോവും. അവളുടെ നനഞ്ഞ കണ്ണുകളിലെ വേദനയെക്കുറിച്ച് ഓർത്ത് ചില പൊട്ടന്മാര് ജീവിതകാലം മുഴുവൻ കള്ളു കുടിക്കും, കരള് വാട്ടും, കവിത എഴുതും. എന്നാൽ അവൾ അതൊക്കെ എപ്പോഴേ വിട്ടു.
പക്ഷെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വഴിത്തിരിവിൽ വെച്ച് അവനെ കണ്ട കണ്ണു നിറയ്ക്കാൻ അവൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഉള്ളിൽ സങ്കടമില്ലാതെ കരയാൻ കഴിയുന്ന ഒരേ ഒരു ജീവിയാടാ പെണ്ണ്. എടാ അതൊക്കെ സമ്മതിച്ചു. ആ ടൈപ്പ് ഒരു പെണ്ണോട് ഒതുങ്ങോടാ. അനീഷേ, ആനയെ വാരിക്കുഴി വീഴ്ത്തുക എന്നുള്ളതാണ് ആദ്യ പണി. പിന്നെ ചട്ടം പിടിപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് ശ്രമിച്ചാ അതങ്ങ് നടന്നോളും. അപ്പോ സന്തോഷകരമായ ഒരു ദാമ്പത്യത്തിനല്ല, ഒരു മല്ലയുദ്ധത്തിനാ നീ ഒരുങ്ങുന്നത്? എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഭർത്താവ് ഭാര്യ അടക്കി ഭരിക്കണമെന്ന വിചാരവും ഇല്ല. അവളുടെ ഇങ്ങോട്ടുള്ള ഇടപെടൽ പോലെ ഇരിക്കും തിരിച്ചങ്ങോട്ടുള്ള ഇടപെടലും. എന്നിട്ട് ഇപ്പോഴെങ്ങനെയുണ്ട്? ഒതുങ്ങാനുള്ള ഭാവമുണ്ടോ അവള്? അത് ഒന്നും പറയാൻ പറ്റില്ല. സുസ്മിത എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാ. ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം. സുസ്മിതേ, എടി സുസ്മിതേ. എന്താ? കണ്ടില്ലേ, പ്രശ്നമാണ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെടാ. എവിടെ പോകുന്നു? അവിടെ നിൽക്കി. അല്ല, ഈ അവസ്ഥയിൽ അവൾ ഞങ്ങളെ കൂടി കാണണ്ട. നിങ്ങളെ കണ്ടാലിപ്പോ എന്താ? എടാ, സുസ്മിയുടെ സ്റ്റാറ്റസിനൊന്നും പറ്റിയ ആൾക്കാരല്ല ഞങ്ങള്. ഞങ്ങളൊക്കെയാ നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവൾക്ക് നിന്നുള്ള വെറുപ്പ് കൂടെയുള്ളൂ. എടാ, അവൾക്ക് ചിലപ്പോ എന്റെ അമ്മയെ ഇഷ്ടമല്ലായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? സുസ്മിതേ, എടീ സുസ്മിതേ. എന്തിനാ ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നേ? മര്യാദയ്ക്ക് വിളിച്ചപ്പോ നീ വരായിരുന്നോണ്ട്. ഞാൻ അവിടെ വെറുതെ ഇരിക്കുവല്ലായിരുന്നു, വാഷിംഗിലായിരുന്നു. വെറുതെ ഇരിക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാര്യം എന്താന്ന് വെച്ചാ പറ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. നിന്നെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. ഈ കൂട്ടുകാരെന്ന് പറഞ്ഞാ ഇതുപോലെ വേലയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരെന്നല്ലേ? അയ്യോ, ഞാനേ ഉള്ളു ചെറിയ സെറ്റപ്പില്. യുവമാരുടെയൊക്കെ റേഞ്ച് വേറെയാ. ഇവൻ അനീഷ്, നമ്മുടെ ജില്ലാ കളക്ടറാ. പിന്നെ ഇത് ഡെന്നിസ്, കരസേനയുടെ കമാൻഡ് ആൻഡ് ചീഫ്. ഇത് വിജയാനന്ദ്, സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ഇന്ന് രാവിലെ സ്ഥാനക്കയറ്റം കിട്ടിയതേ ഉള്ളൂ. സുസ്മിതേ, ഈ നിൽക്കുന്ന അനീഷിനെയൊക്കെ നിനക്കറിയാം. നമ്മൾ ഒരുമിച്ച് ഈ നാട്ടിലൂടെ യാത്ര ചെയ്തിരുന്നത് പലപ്പോഴും ഇവൻ ഓടിച്ചിരുന്ന ഓട്ടോയില്ല. അന്ന് കോടികൾ വിലയുള്ള വാഹനങ്ങളെക്കാളും പ്രിയമായിരുന്നു ആ ഓട്ടോയോട്. ഇപ്പൊ നീ അതൊക്കെ സൗകര്യപൂർവ്വം മറന്നേ ഉള്ളൂ. ഓ, ശരിയാണല്ലോ. ഇപ്പോ ഞാനതെല്ലാം ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ മൂടില്ല. രോഹിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയും. ഞാനിവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഓർമ്മിച്ചെടുക്കാം. അതിനൊക്കെ ധാരാളം സമയമുണ്ട്. തൽക്കാലം 3 ഗ്ലാസും കുറച്ച് വെള്ളം ഇങ്ങെടുത്തു. തൊട്ടുകൂട്ടാനുള്ള ഐറ്റംസും. പിന്നെ കല്യാണം വീടായതുകൊണ്ട് ടച്ചിങ്സിന് പഞ്ഞൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കാൻ ഞാൻ വെള്ളം അച്ചാറും എടുത്തോണ്ട് വരണം അല്ലേ? അങ്ങനെയൊക്കെയല്ലേ സ്നേഹമുള്ള ഭാര്യമാര്. നിന്റെ അച്ഛൻ രാജശേഖരന് നിന്റെ അമ്മ സ്കോച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ടെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് രാജശേഖരൻ മുതലാളി കഴിക്കുന്ന സ്കോച്ച് ഒന്നും അല്ലെന്നേ ഉള്ളൂ, പാവങ്ങളുടെ റമ്മ. പോയെടുത്തോണ്ട് പടി, എടുത്തോണ്ട് വരാൻ. എന്താടാ ഇതൊക്കെ? പിടിച്ചു കെട്ടിട്ട് കുടിപ്പിക്കാൻ നോക്കിയാലും നീതിന്ന് ഒരു തുള്ളി തൊടില്ലാന്ന് ഞങ്ങൾക്കറിയാം. പിന്നെന്തിനാ അവളെ വെറുതെ പ്രകോപിപ്പിക്കാനായിട്ടും? അവളുടെ ഉള്ളു കുറച്ച് നീർന്നോടാ. അത് കണ്ടാലേ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. വെച്ചോ. എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇനി പഴയ പകയും പ്രതികാരവും വാശിയൊക്കെ വെച്ചോണ്ടിരിക്കാതെ ജീവിക്കാൻ നോക്കടാ. ശ്രമിക്കാം. ഞാൻ ആ കഴുതയ്ക്കും അവന്റെ കൂട്ടുകാർക്കും കള്ളൊഴിച്ചു കൊടുക്കണമെന്ന് ഭാര്യയുടെ കടമയാണ് പോലും. ഞാൻ ആരാണെന്നാ അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? രാജശേഖരന്റെയും സരളയുടെയും വീട്ടുമുറ്റത്തേക്ക് ഒന്ന് എത്തി നോക്കാനുള്ള യോഗ്യതയുണ്ടോ? അവന്റെ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുത്ത എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ മാരണം കഴുത്തി കിടക്കുന്നോണ്ടാണല്ലോ എല്ലാ പ്രശ്നവും. ഇപ്പൊ തന്നെ തീരുമാനാക്കാം.
പോ നാശമേ, എന്റെ ജീവിതം നരകമാക്കാതെ. അല്ല, ഇയാളുടെ വെള്ളവടി കമ്പനിയൊക്കെ പോയോന്ന്? അയ്യോ, അതിന് ഞാൻ അകത്ത് നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവര് വലിയ മദ്യപാനികളൊന്നും അല്ല. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലിയെടുത്ത് കുടുംബം പുലർത്തുന്നവരാ. ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു സന്തോഷത്തിനു വേണ്ടി വല്ലപ്പോഴും ഒന്ന് കൂടും. വെറുതെ പാട്ടൊക്കെ പാടി ഞാനും കൂടെ ഇരിക്കും. നമുക്കൊരാവശ്യം വന്നാ ചത്ത് കൂടെ നിൽക്കുന്നവരാകട്ടവര്. അതൊക്കെ ഓക്കെ രോഹിത്. സുസ്മിതയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. പക്ഷേ സത്യാമ്മ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. വിഷ്ണുവേട്ടനേക്കാൾ കേമനായ ഒരാളെ കൊണ്ട് സുസ്മിതയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നല്ലോ സത്യാമ്മയുടെ ദൃഢപ്രതിജ്ഞ. സത്യാമ്മ വന്ന ഈ വീട് കാണുമ്പോ എന്താവും അവസ്ഥയെന്ന് രോഹിത് ആലോചിച്ചിട്ടുണ്ടോ? എന്താ രോഹിത് ഈ വീടിന്റെ ഒരു അവസ്ഥ? കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണമായിരുന്നു. ശാലിനിക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയല്ലോ. എന്നും രാവിലെ അടിച്ചു തുടച്ച് വെള്ളം തളിച്ച് ശുദ്ധിയാക്കി സദാസമയവും ആൾപെരുമാറ്റത്തോടെ വൈകിട്ട് സന്ധ്യാദീപവും കൊളുത്തി പ്രാർത്ഥനയോടെ നിന്നിരുന്ന വീട് തന്നെയാ ഇത്. അച്ഛന്റെ മരണം വരെ. ആ സംഭവത്തോടെ എല്ലാം താറുമാറായി. സുസ്മിത തേടി ഞാൻ വീട് വിട്ടിറങ്ങി. അമ്മ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായി. പിന്നെ ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത മട്ട്. പലപ്പോഴും എനിക്കിങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കല്യാണം അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നല്ലോ. അതിനിടെ ഇക്കാര്യമൊന്നും ഞാൻ ആലോചിച്ചതുമില്ല. സത്യാമ്മ വന്നിറങ്ങുമ്പോ പ്രതികരണം എന്താവൂന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. സത്യാമ്മ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ കൂട്ടുകാരെ എല്ലാം വിളിക്കാം. അവർ വന്ന് 1-2 മണിക്കൂർ കൊണ്ട് വൃത്തിയാക്കിക്കൊള്ളുമല്ല. അതിനുള്ള സമയമില്ല രോഹിത്. സത്യാമ്മ എപ്പോഴാ എത്തുകയെന്ന് പറയാൻ പറ്റില്ല. വീട് കാണാൻ വേണ്ടി സത്യാമ്മ അവിടുന്ന് ഇറങ്ങിയെന്നാ വിഷ്ണുവേട്ടൻ പറഞ്ഞത്. സത്യാമ്മ വരണം. വരാം. പത്മാവതി എവിടെ? വിളിക്ക്. അമ്മേ, ദാ വരുന്നു മോനെ.
സത്യാമ്മേ, ഇങ്ങോട്ടിരിക്കാം. എവിടെ? ഇതൊരു വീടാണോ പത്മാവതി? ഇവിടേക്കാണോ നിങ്ങൾ സുസ്മിതയെ പോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നത്? സത്യാമ്മേ, അത് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ പത്മാവതിക്ക്? സത്യാമ്മയ്ക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ സുസ്മിത ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാം. ഞങ്ങൾക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. എന്നാ കൂട്ടിക്കൊണ്ട് പോകട്ടെ ഞാൻ സുസ്മിതയെ. രോഹിത് എന്ത് പറയുന്നു? രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനില്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ എന്റെ തീരുമാനം പറയാം. സുസ്മിതയെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അവൾ ഇവിടെ തന്നെ ജീവിക്കട്ടെ. ആരും ഇനി അഭിനയിക്കൊന്നും വേണ്ട. വിഷ്ണു എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങളുടെ ശരിക്കുള്ള വീട് ഇതല്ലെന്നും ഇത് തൽക്കാലത്തേക്ക് വാടകയ്ക്കെടുത്തതാണെന്നും. വാടകയ്ക്കെടുത്തോ? അതെ പത്മാവതി, ഞാൻ വീട് കാണാൻ ഇങ്ങോട്ട് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞപ്പോ വഴി കാത്തുനിന്ന് വിഷ്ണു ആദ്യം എന്നെ കൊണ്ടുപോയത് നിങ്ങളുടെ ശരിക്കുള്ള വീട്ടിലേക്കാ. ചെറിയൊരു കൊട്ടാരം. ഒരു കുടുംബത്തിന് താമസിക്കാൻ അത്രയും സൗകര്യമൊന്നും വേണ്ട. അല്ല സത്യാമ്മേ, ഇനി പത്മാവതി ഒന്നും പറയണ്ട. വലിയൊരു വീട്ടിൽ ജനിച്ചു വളർന്നവളാ സുസ്മിത. അവളെ പറ്റി നിങ്ങൾക്കുള്ള ആശങ്കകളെല്ലാം ശരി തന്നെയാ. വലിയൊരു വീട്ടിലെ സുഖസൗകര്യങ്ങളിലേക്ക് വീണ്ടും പറിച്ചു നട്ടാ അവള് ജീവിതം പഠിക്കില്ല. ഇതുപോലൊരിടത്തുനിന്ന് വേണം അവള് ജീവിതം തുടങ്ങാൻ. ഇതുപോലൊരു വീട്ടിൽ നിന്നായിരുന്നു എന്റെയും രാഘവേട്ടന്റെയും തുടക്കം. അതിനുശേഷം പണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടായത്. നിങ്ങളുടെ തീരുമാനം ഉചിതമായി പത്മാവതി. ഒരമ്മ ഇങ്ങനെ തന്നെയാ ചിന്തിക്കേണ്ടത്. കഷ്ടപ്പാടിന്റെ കാലങ്ങളിലും മകനൊപ്പം അവന്റെ പെണ്ണുണ്ടാവണം. ഇത്രയും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന പത്മാവതിയെ ഒന്ന് അഭിനന്ദിക്കാന് ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എങ്ങനെ ഒപ്പിച്ചു ഇത്? അതൊക്കെ ഒപ്പിച്ചു. കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഗൾഫുകാരന്റെ വീട് സംഘടിപ്പിച്ചു. അപ്പൊ അതിനാണല്ലേ പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങിയത്. കള്ളത്തരം കണ്ടുപിടിച്ചതേ ഇയാളാണെന്ന് തോന്നുന്നു. സുസ്മിത ഇവിടെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണ്ട എന്റെ മോളെ. അതിനുവേണ്ടി ഞാൻ എന്ത് റിസ്ക് കൊടുക്കും. സുസ്മിതയോട് തൽക്കാലം ഇത് നിങ്ങളുടെ വീട് തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു വീടുള്ള കാര്യം അവൾ അറിയണ്ട. അവളിത് അടിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. അതിലെ ഒരു പെണ്ണിന്റെ മിടുക്ക്. അല്ല, അവളെവിടെ സുസ്മിത? മുറിയിലുണ്ട്, ഉറങ്ങാൻ തോന്നുന്നു. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. സത്യാമ്മ ഇരിക്കെ. ഇരിക്കെ പത്മാവതി.